ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തത് 13ാമത്തെ ചാപ്റ്ററായ ഓസിലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള PDF വിശദമായി വായിച്ച് മനസ്സിലാക്കുക. വളരെ സിമ്പിളായാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. നോക്കൂ, ഈ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേറ്ററി മോഷൻ, അതുപോലെ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയില്ല, കാര്യം സമയപരിമിതി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓസിലേറ്ററി മോഷൻ. ഇതൊരു ഓസിലേറ്ററി മോഷൻ ആണ്. പ്രത്യേകത എന്താണ്? പാർട്ടിക്കിൾ ഒരു ഫിക്സഡ് പോയിന്റിന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു പെൻഡുലം മൂവ് ചെയ്യുന്നത് സങ്കല്പിക്കുക. വീണ്ടും പ്രത്യേകതയുണ്ട്. എന്താണ്? അണ്ടർ എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ. എന്താണ്? ഏത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കീഴിലാണോ എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിക്കിൾ മീൻ പൊസിഷനിലേക്ക് വരുന്നത്, അത് ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ. ഒരു ഫോഴ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നിരിക്കുമ്പോൾ അത് SHMന്റെ ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഒന്നുകിൽ ഡിസ്പ്ലേസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കണ്ടുപിടിച്ചാലും മതി. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദീകരിക്കാം. നിങ്ങളത് കേട്ടിട്ടുള്ളതാണ്, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നോക്കൂ, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x, നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഈ K നോക്കൂ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കുമ്പോൾ K വരുന്നു. K കോൺസ്റ്റന്റ് ആണ്, അതിനെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. അതിന്റെ SI യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡയമെൻഷനും പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. കൈനമാറ്റിക്സ് ഓഫ് SHM. കൈനമാറ്റിക്സ് ഓഫ് SHM. ഓക്കെ, അപ്പോ SHMൽ ഇൻവോൾവ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, ഒരു പാർട്ടിക്കിൾ SHM എക്സിക്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ജനറലി നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ്? y is equal to a sin omega t plus phi. എ എന്താണ്? എ എന്നാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. എ ആംപ്ലിറ്റ്യൂഡ്. നോക്കൂ, ഒമേഗ എന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ആംഗുലാർ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t, that is equal to 2π into nu. ഇത് ഫ്രീക്വൻസിയാണ്, ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി നോക്കിക്കേ, ഫൈ എന്നാൽ എന്താണ്? ഫൈ ഈസ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ദി SHM. ഈ SHMന്റെ ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നതാണ് എന്ത്? ഫൈ. അപ്പോൾ ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഇനി അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് കടക്കുന്നു. വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ചിനെയാണ് നിങ്ങൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കൂ, ഈ ഇക്വേഷനെ നിങ്ങൾ t വെച്ച് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോക്കിക്കേ, a ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. അതിന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? a ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ പ്ലസ് π/2. കാര്യം എന്താണ്? സൈൻ എന്താണ്? തീറ്റ പ്ലസ് π/2 എന്നത് കോസ് തീറ്റയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ പ്ലസ് π/2 എന്നത് എന്തിന് തുല്യമാണ്? കോസ് ഒമേഗ ടി പ്ലസ് ഫൈക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത്. നോക്കൂ, ഈ ഒമേഗ വന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ചെയിൻ റൂൾ ഉപയോഗിച്ചാണ് ഈ ഒമേഗ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു a ഒമേഗ ഇൻറ്റു നോക്കിക്കേ സൈൻ തീറ്റയെ റൂട്ട് ഓഫ് 1 മൈനസ്, ഇത് സൈൻ തീറ്റ പ്ലസ് π/2 ആണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ
ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. 1 - sin സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. നോക്കിക്കോളൂ, ഈ സാധനത്തിന് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് വരുമ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്നതാണ് ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയും. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക, ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഡിസ്പ്ലേസ്മെന്റ് സൂചിപ്പിക്കാനാണ് വൈ. ഓക്കെ, അപ്പോ മീൻ പൊസിഷനിൽ നോക്കി. മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെൻഡുലത്തിന് നിങ്ങൾ സങ്കല്പിക്കൂ. നോക്കൂ, ബോബ്, സ്ട്രിങ്, നോക്കൂ, ഇതാണ് ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇതുവരെ ഇത് പോകുന്നു. ഇതെന്താണ്? ഇത് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? ആണ്. ഓക്കെ, പെൻഡുലം സങ്കല്പിച്ചില്ലേ? പെൻഡുലം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുന്നത്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അവിടെ y 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ മാത്രം കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എ ഒമേഗ എന്ന് കിട്ടും. അപ്പൊ മീൻ പൊസിഷനിൽ വെലോസിറ്റി എത്രയാണ്? എ ഒമേഗയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, മീൻ പൊസിഷനിൽ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ഇനി എക്സ്ട്രീം പൊസിഷൻ നോക്കിക്കേ. എക്സ്ട്രീം പൊസിഷനിൽ വൈയുടെ വാല്യൂ എത്രയാണ്? ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയി എ തന്നെ കൊടുക്കും. അപ്പൊ എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി 0യും മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമവും ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എ ഒമേഗ. എ എന്താണ്? എ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. കൈനമാറ്റിക്സ് ഓഫ് SHMലെ ആക്സിലറേഷൻ. SHMലെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും നോക്കൂ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വെച്ചാൽ dv/dt ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? d²y/dt². അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്ന്. അപ്പൊ നോക്കൂ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, -a⍵² sin ωt+5. ഓക്കെ, അത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് -ω² y. y എന്താണ്? y ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ SHMന്റെ കണ്ടീഷൻ കിട്ടിയില്ലേ? ആക്സിലറേഷൻ എന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അത് മറക്കരുത്, മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച് വെക്കുക. SHMന്റെ കണ്ടീഷൻ ആണ്. നിങ്ങൾക്ക് നോക്കൂ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു ഇക്വേഷൻ തരുന്നു, എന്നിട്ട് ഇത് SHM ആണോ അല്ലയോ, സോറി അങ്ങനെയല്ല, താഴെ പറയുന്ന ഇക്വേഷനുകളിൽ SHM ഏതാണ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? y ഈസ് ഈക്വൽ ടു സം ഇക്വേഷൻ എന്നായിരിക്കും തരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് 2 തവണ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം? -ω² y എന്ന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -ω² y എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഈ ആക്സിലറേഷനും വേരിയബിൾ ആണ്. കാര്യം എന്താണ്? മീൻ പൊസിഷനിൽ നോക്കിക്കേ, മീൻ പൊസിഷനിൽ y ഈക്വൽ ടു 0 ആണ്. അപ്പൊ ആക്സിലറേഷൻ എത്രയാണ്? 0 ആണ്. അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ നോക്കിക്കേ, എക്സ്ട്രീം പൊസിഷനിൽ +or-a ആണ്. അപ്പോ എ എന്ന് കിട്ടും. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എവിടെയാണ്? ആംപ്ലിറ്റ്യൂഡ് അല്ല, മാക്സിമം വാല്യൂ എവിടെയാണ്? ആക്സിലറേഷന്റെ എക്സ്ട്രീം പൊസിഷനിലും. മിനിമം വാല്യൂ എവിടെയാണ്? മീൻ പൊസിഷനിലുമാണ്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്നാൽ വെലോസിറ്റിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലേ? എന്താണ്? വെലോസിറ്റിയുടെ വാല്യൂ നേരെ തിരിച്ചാണ്. അത് മീൻ പൊസിഷനിൽ 0യും എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമവുമാണ്. ഓക്കെ, ഇനി ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? ω² × a. a എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. a ആണ്. a ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ മെറ്റീരിയലിൽ ചിലപ്പോൾ a എന്ന് സൂചിപ്പിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കാം. അത് നമ്മൾ ആ സമയത്ത് നൊട്ടേഷന് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, അപ്പോ ഈ മെറ്റീരിയലിൽ a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും സ്മോൾ a ആക്സിലറേഷനും ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡും ആയിരിക്കും. Okay, നോക്കൂ, from the above relation it is clear that acceleration is directly proportional to the displacement and is always opposite to the displacement. ശരിയല്ലേ? ആക്സിലറേഷൻ എന്നത് ഡിസ്പ്ലേസ്മെന്റിന് എപ്പോഴും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ഡയറക്ഷൻ ഓപ്പോസിറ്റും ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അടിയെ വരെ ഇട്ട് പഠിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഓക്കെ,
ഇനി നോക്കൂ, ഫേസ് റിലേഷൻഷിപ്പ് അത് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ മാത്രമേ പറയാൻ പറ്റൂ. നോക്കൂ, ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ഫൈ ആണ്, നമ്മുടെ ഇക്വേഷനിൽ ഫൈ ആണ് ഫേസ്. അപ്പൊ നോക്കൂ, വെലോസിറ്റി എന്നത് ഡിസ്പ്ലേസ്മെന്റിന് π/2 ഫേസ് എ ഹെഡ് ആണ്. അതുപോലെ ആക്സിലറേഷൻ എന്ന് നോക്കൂ, വെലോസിറ്റിക്ക് π/2 ഫേസ് വീണ്ടും എ ഹെഡ് ആണ്. അപ്പോൾ ഗ്രാഫുകൾ ഈ രീതിയിൽ വരും. കൂടുതൽ നമുക്ക് ഇക്വേഷൻ വെച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് ചില പ്രോബ്ലംസിൽ ഇത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കൂ, ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലീസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് ദ പീരിയോഡിക് മോഷൻ ഓഫ് എ ബോഡി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് ടൈം പീരീഡ്. എന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ പീരിയോഡിക് മോഷൻ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ലീസ്റ്റ് ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഫ്രീക്വൻസി ആണ്. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? 2π × റൂട്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ആക്സിലറേഷൻ എന്നാണ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, ഡൈനാമിക്സ് ഓഫ് SHM. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ടൈമുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഡൈനാമിക്സ് ആണ്. ഓക്കെ, അപ്പൊ നോക്കി, ഫോഴ്സ് ബൈ ഡെഫിനിഷൻ എന്താണ്? F = ma. ആക്സിലറേഷന്റെ വാല്യൂ -ω² y എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? -mω² y എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ mω² k എന്ന് സൂചിപ്പിക്കാം. അതിന് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫാക്ടർ എന്ന് വിളിക്കാം. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സഹിഷ്ണുതയോടെ നിങ്ങളുടെ PDF ൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വേവ് മോഷൻ d² y/dt² + ω² y = 0 എന്നാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. ടൈം പീരീഡ് എന്താണ്? ബൈ ഡെഫിനിഷൻ t = 2π/ω. ω² എന്താണ്? നോക്കിക്കേ, നമ്മൾ ഇവിടെ കൊടുത്ത എന്താണ്? mω² k എന്നല്ലേ? അപ്പൊ ω² എന്താണ്? k/m ആണ്. ω² m താഴെ പോകുന്നു, k/m എന്ന് വരുന്നു. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ω √k/m. അപ്പൊ ടൈം പീരീഡ് എങ്ങനെ എഴുതാം? 2π × √m/k, അല്ലെങ്കിൽ ഇനേർഷ്യ ഫാക്ടറായ മാസ് ഡിവൈഡഡ് ബൈ സ്പ്രിംഗ് ഫാക്ടറായ k എന്നും പറയാം. ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. പല പ്രോബ്ലംസിന് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ടൈം പീരീഡ് ഇൻ SHM. അടുത്ത ഫ്രീക്വൻസി എന്താണ്? ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ 1/2π × k/m ആവും. m/k k/m ആവും. ഓക്കെ, ഇനി നോക്കൂ, കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM. കൈനറ്റിക് എനർജി ബൈ ഡെഫിനിഷൻ ½ ആണ്. അപ്പോൾ വിക്ക് പകരം എന്ത് കൊടുക്കുന്നു? വിക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ച ω × √a² - y² കൊടുക്കുന്നു. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ω² ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ k × a² - y². ഇനി നോക്കൂ, മീൻ പൊസിഷനിൽ y 0 ആണ്. അപ്പൊ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ½ mω² a². a ആംപ്ലിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ k a² k e max. ഓക്കെ, ഇനി എക്സ്ട്രീം പൊസിഷനിൽ നോക്കിക്കേ, y എന്താവും? a ആവും. അപ്പോൾ k എന്താവും? 0 ആവും. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി മിനിമം ആവും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് എന്ത് ചെയ്യുക? ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഓർത്തോളുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോളുക. ഓക്കെ, അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM. ബൈ ഡെഫിനിഷൻ പൊട്ടൻഷ്യൽ എനർജി ½ k y² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ m ω² y². k യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, ഈ എക്സ്ട്രീം പൊസിഷനിൽ y ± a ആണ്. അപ്പൊ എന്ത് കൊടുക്കും? u ½ mω². yക്ക് പകരം a കൊടുക്കുന്നു, a² എന്ന് കിട്ടുന്നു. ½ k a². ദാറ്റ് ഈസ് ഈക്വൽ ടു u max. ഇനി മീൻ പൊസിഷനിൽ y 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ്. എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. ഓക്കെ, ഇനി ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും ഏത് ഇൻസ്റ്റന്റിലും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നോക്കിയേ, ½ m ω² × a² - y² പ്ലസ് ½ m ω² y². ദാറ്റ് ഈസ് ഈക്വൽ ടു ½ m ω² a². ദാറ്റ് ഈസ് ഈക്വൽ ടു ½ k². ഓക്കെ, അപ്പൊ നോക്കുക, ഇത് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഗ്രാഫും മനസ്സിലാക്കി വെക്കുക. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുടെയും ഗ്രാഫാണ്. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്, അതാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി. അപ്പോൾ ½ m ω² × a² - y² പ്ലസ് ½ m ω² y². ദാറ്റ് ഈസ് ഈക്വൽ ടു ½ m ω² a². നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു ½ k a² എന്നാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ k² എന്നാണ് കൊടുത്തിരിക്കുന്നത്. k a² ആണ് കേട്ടോ. കാര്യം എന്താണ്? ω √k/m ആണ്. അപ്പൊ m ω² എന്ത് കിട്ടും? k ആണ്. അപ്പോൾ ½ k a² ആണ്, തെറ്റിപ്പോകരുത്. ഓക്കെ,
അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്. നോക്കൂ, സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2π√L/g. ഈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ എന്താണ് ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് വരെയുള്ള നീളമാണ് ലെങ്ത്. അത് മറക്കരുത്. ഓക്കെ, അത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2π√L/g. ഓക്കെ, നോക്കൂ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കാവുന്നതാണ്, എളുപ്പമാണ്. ഇനി നോക്കൂ, സെക്കൻഡ്സ് പെൻഡുലം, രണ്ടാമത്തെ പോയിന്റ് തൊട്ട് തുടങ്ങാം. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പെൻഡുലം ഹൂസ് ടൈം പീരീഡ് ഈസ് 2 seconds. അതിനെയാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ്സ് പെൻഡുലം. അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണ്? അതായത് G 9.8 m/s² ആയ ഒരു സ്ഥലത്ത് സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.9929 മീറ്റർ ആണ്, അല്ലെങ്കിൽ 1 മീറ്റർ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഇനി നോക്കൂ, മൂന്നാമത്തെ പോയിന്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഇഫ് എ ബോബ് ഓഫ് എ പെൻഡുലം ഹാവിംഗ് ഡെൻസിറ്റി റോ ഈസ് മെയ്ഡ് ടു ഓസിലേറ്റ് ഇൻ എ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ, then it can be shown that the new period is. അപ്പൊ നോക്കിക്കേ, ഡെൻസിറ്റി റോ ആയിട്ടുള്ള മെറ്റീരിയലുള്ള ഒരു ബോബാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന് ഉള്ളത്. അത് എയറിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് ഇന്നതാണ് എന്ന് നമുക്കറിയാം, 2π√L/g. എന്നാൽ ഇപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു നോൺ വിസ്കസ് ഫ്ലൂയിഡിലാണ്. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ് എങ്കിൽ പുതിയ പീരീഡ് എത്ര എന്നതാണ്. അത് T = 2π√L/g അല്ല, പിന്നെയോ ഒരു ഫാക്ടറും കൂടി ഇതിനകത്ത് വരും, ജിയുടെ കൂടെ ആഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാണ്? 1 - σ/ρ. ഓക്കെ, സിഗ്മ എന്താണ്? ഓസിലേറ്റ് ചെയ്യുന്ന ഏത് മീഡിയമാണോ ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി. ഇതിപ്പോ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണ്, അപ്പൊ അതിന്റെ ഡെൻസിറ്റി സിഗ്മയാണ്. റോ എന്താണ്? σ/ρയിലെ റോ എന്താണ്? ആ ബോബിന്റെ മെറ്റീരിയൽ ഏതാണോ അതിന്റെ ഡെൻസിറ്റി. ഇനി നോക്കിക്കേ, നാലാമത്തെ പോയിന്റ് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലം ഒരു ലിഫ്റ്റിലാണ് ഉള്ളത്, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരേജിലാണ്. അത് വെർട്ടിക്കലി എന്ത് ചെയ്യുകയാണ്? ഒരു ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുകയാണ് എങ്കിൽ എഫക്റ്റീവ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? T = 2π√L/g അല്ല, പിന്നെയോ G ± a. അതായത് ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുക്കാൻ കാര്യം, മുകളിലേക്കാണ് എങ്കിൽ G + a-യും താഴേക്കാണ് എങ്കിൽ G - a-യും ആണ്. അപ്പൊ നോക്കിക്കേ, എന്താണ് സിമ്പിൾ പെൻഡുലം? നമ്മുടെ സിമ്പിൾ പെൻഡുലം ഒരു ലിഫ്റ്റിലാണ് അല്ലെങ്കിൽ ഒരു കാരേജിലാണ്. ആ കാരേജ് മുഴുവനായി മുകളിലേക്ക് a എന്നുള്ള ആക്സിലറേഷനിൽ പോവുകയാണ് എങ്കിൽ 2π√L/g + a-യും താഴേക്ക് ഒരു നിശ്ചിത ആക്സിലറേഷനോട് പോവുകയാണെങ്കിൽ ടൈം പീരീഡ് എത്രയാണ്? T = 2π√L/g - a-യും ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് സൈൻ, പോസിറ്റീവ് സൈൻ ഈസ് ഫോർ അപ്വേർഡ് ആക്സിലറേറ്റഡ് മോഷൻ ആൻഡ് നെഗറ്റീവ് സൈൻ ഫോർ ഡൗൺവേർഡ് ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, അടുത്തത് സിമ്പിൾ പെൻഡുലം നോക്കിക്കേ, ഒരു കാരേജിലാണ്. ആ കാരേജ് ഹൊറിസോണ്ടലായി a എന്നുള്ള ആക്സിലറേഷനിലാണ് പോകുന്നത് എങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ T = മറ്റേത് നോക്കൂ, താഴേക്ക് മുകളിലേക്കുമാണ്. ഇത് നോക്കൂ, ഹൊറിസോണ്ടലി a എന്നുള്ള ആക്സിലറേഷനിലാണ് ആ കാരേജ്, സിമ്പിൾ പെൻഡുലം ഇരിക്കുന്ന ആ കാരേജ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ആ ടൈം പീരീഡ് എത്രയായി മാറും? T = 2π√L/g² + a² ആയി മാറും. ഓക്കെ, മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായി പഠിക്കേണ്ടത്. ബാക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നമുക്ക് എട്ടാമത്തെ പോയിന്റ് കൂടി പറയാം. എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇഫ് ദ ലെങ്ത് ഓഫ് എ സിംഗിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ടു സച്ച് എൻ എക്സ്റ്റെന്റ് ദാറ്റ് L ടെൻസ് ടു ഇൻഫിനിറ്റി, L ഇൻഫിനിറ്റി ആവുകയാണ് എങ്കിൽ ആ ടൈം പീരീഡിന്റെ വാല്യൂ നോക്കിക്കേ, 2π√R/g that is equal to 84.6 minutes, where R is the radius of Earth. ഇത് വിശദീകരിക്കണം എന്നുണ്ട്, പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ പറയുന്നില്ല. അപ്പൊ തൽക്കാലം ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്പ്രിംഗ് പെൻഡുലം. സ്പ്രിംഗ് പെൻഡുലം എന്ന് പറഞ്ഞാൽ സിമ്പിളായി എന്താണ്? ആ ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയോ ഹൊറിസോണ്ടലായി അറ്റാച്ച് ചെയ്തിരിക്കുകയോ ചെയ്യുന്ന എന്താണ്, അതാണ് സിംപ്ലി
സ്പ്രിംഗ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് പെൻഡുലം പോലെ പ്രവർത്തിക്കുന്നത്? ആ സ്പ്രിങ്ങിനെ ആ മാസിനെ നിങ്ങൾ കംപ്രസ് ചെയ്യുകയോ, മാസിനെ അല്ല മാസ് വെച്ച് സ്പ്രിങ്ങിനെ നിങ്ങൾ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാസ് സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്പ്രിങ് ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? അത് മീൻ പൊസിഷനിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓസിലേഷൻ സംഭവിക്കുന്നു. ഓസിലേറ്റ് സിമ്പിൾ ഹാർമോണിക്കലി. നോക്കിക്കുക, അതാണ് ഇവിടെ ഹൊറിസോണ്ടലി അറ്റാച്ച് ചെയ്യാം, ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? സസ്പെൻഡ് ചെയ്തിട്ട് വിടുമ്പോൾ അത് ഓസിലേഷൻ നടക്കുന്നു. ഇവിടെ എന്ത് ചെയ്ത് കംപ്രസ് ചെയ്തിട്ട് വിടുമ്പോൾ അത് ഓസിലേഷൻ നടക്കുന്നു. ഓക്കെ, ആ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് ടി ഈസിക്കൽ ടു നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് 2π√m/k. എം എന്താണ്? അറ്റാച്ച് ചെയ്ത മാസ്, കെ ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇവിടെ എന്തുകൊണ്ടാണ് എം എടുത്തത്? സ്പ്രിങ്ങിന്റെ മാസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. സ്പ്രിങ് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്, അല്ലെങ്കിൽ ലൈറ്റ് സ്പ്രിങ് ആണ്. ലൈറ്റ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്പ്രിങ് എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സ്പ്രിങ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതൊക്കെ അസംഷൻസ് ആണ്. ഫിസിക്സിലെ പല ഡെറിവേഷൻസും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അസംഷൻസിലൂടെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള അസംഷൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ മാസിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ മാസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയാകും. ഓക്കെ, ഇവിടെ അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു 1/2π. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് 1/2π√k/m. ഇനി നോക്കിക്കേ, ഈ സ്പ്രിങ് ലൈറ്റ് സ്പ്രിങ് അല്ലേ, എന്നാൽ സ്പ്രിങ്ങിന്റെ മാസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം പീരീഡ് ഏത് രീതിയിലാവും? ഇത് അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പറ്റുമെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിച്ചാലായി. ഓക്കെ, ടൈം പീരീഡ്. അപ്പോൾ സ്പ്രിങ്ങിന്റെ മാസായി എം കൂടി കൺസിഡർ ചെയ്താൽ ടൈം പീരീഡ് എങ്ങനെ മാറും? 2π√m + 1/3ms/k. ഓക്കെ, ഇനി നോക്കിക്കേ, രണ്ട് മാസുകൾ നോക്കൂ, രണ്ട് സൈഡിലായി സ്പ്രിങ്ങിന്റെ രണ്ട് സൈഡിലായി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓസിലേഷൻ സംഭവിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്തിട്ട് വിടുമ്പോൾ ഈ മാസുകൾ രണ്ടും എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ടൈം പീരീഡ് എത്രയാണ്? ടി ഈസിക്കൽ ടു 2π√μ/k. ഓക്കെ, മ്യൂ എന്താണ്? റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം. റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം m1m2/m1 + m2. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അടുത്തതായി കടന്നു വരുന്നത്. ഏതാണ്? നിങ്ങൾ രണ്ട് സ്പ്രിങ്ങുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുന്നു. രണ്ട് സ്പ്രിങ്ങുകളല്ല, സ്പ്രിങ്ങുകളെ നിങ്ങളുടെ കൈവശമുള്ള സിസ്റ്റത്തിൽ സ്പ്രിങ്ങുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പാരലലായി കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്പ്രിങ്ങുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഇത് ചേരുന്ന ഒറ്റ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ എഫക്റ്റീവായ സ്പ്രിംഗ് കോൺസ്റ്റന്റ് സീരീസിൽ നോക്കിയേ ഈ മെത്തേഡാണ്. ഇത് നമ്മൾ ഏതോ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തോ പറഞ്ഞതാണ്. ഇത് സിമ്പിളായി അവിടെ പറഞ്ഞതേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കഷൻ വരുന്നത് കൊണ്ടാണ് അവിടെ സിമ്പിളായി പറഞ്ഞത്. ഓക്കെ, അപ്പൊ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നോക്കി എഫക്റ്റീവ് വാല്യൂ 1/k സീരീസ് ഈക്വൽ ടു 1/k1 + 1/k2. അപ്പൊ നോക്കിക്കേ എങ്ങനെ കിട്ടും? KS നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൂടെ? ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം ഈ സിസ്റ്റത്തിന്റെ എഫക്റ്റീവായ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചാൽ ടൈം പീരീഡ് എങ്ങനെ കിട്ടും? T is equal to 2π√m/ks. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π√m × k1 + k2/k1 + k1 k2 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത് സ്പ്രിങ്ങുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നതാണ്. ഇനി നോക്കി, ഇവിടെയും സീരീസ് അല്ലേ? സോറി, ഞാൻ നേരത്തെ പാരലൽ എന്നാണ് പറഞ്ഞത്. ഇത് സീരീസ് ആണ് കേട്ടോ. സ്പ്രിങ് എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്. ഇത് സീരീസ് ആണ്, ഇത് പാരലൽ അല്ല, സീരീസ് ആണ്. ഓക്കെ, തെറ്റരുത്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് പാരലൽ കണക്ഷൻ അല്ല, ഇത് സീരീസ് കണക്ഷൻ ആണ്. നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സീരീസ് കണക്ഷനാണ്. ഇനി നോക്കൂ, നാലാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ. ഈ സ്പ്രിങ്ങുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പാരലൽ കണക്ഷൻ. ഓക്കെ, അപ്പൊ നോക്കി, ഇത് പാരലൽ കണക്ഷൻ ആണ്, ഇതും പാരലൽ കണക്ഷൻ ആണ്, ഇതും പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പാരലലായി കണക്ട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്പ്രിങ്ങുകളുടെ വാല്യൂ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് KP നോക്കിക്കേ, K1 + K2 രണ്ടിടത്തും. പക്ഷെ സീരീസിലാണെങ്കിലോ 1/k സീരീസ് എന്നത് അതായത് എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ റെസിപ്രോക്കൽ എന്നത് എന്താണ്? ഇൻഡിവിജ്വൽ സ്പ്രിംഗ് കോൺസ്റ്റന്റുകളുടെ റെസിപ്രോക്കലിന്റെ സമ്മിന് തുല്യമായിരിക്കും. ഇവിടെ പക്ഷെ നോക്കിക്കേ, പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയാണ്? നേരിട്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റുകൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.